വേട്ടക്കാരൻ വേട്ടയാടപ്പെടുമ്പോൾ യെസ് നമ്മുടെ വേടൻ ആ പുലിപ്പല്ലിന്റെയും കഞ്ചാവിന്റെയൊക്കെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു. ആദ്യം 5 ഗ്രാമോ 6 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തു. പിന്നെ അത് മാറിയിട്ട് പിന്നെ പുലിപ്പല്ല് കയ്യിൽ വെച്ചു എന്നുള്ള കേസായി. ഇപ്പൊ ഇതാ രണ്ടും അവിടെ മാറി ജാമ്യം ലഭിച്ചു. അതാണ് വേടന്റെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. വേടനെ എതിര് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണ്, വേടൻ വേദിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളും വേടന്റെ പാട്ടുകളിലെ വരികൾ പോലും അത്രത്തോളം തീയുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പോ എത്ര വലിയ ആളായാലും നമ്മുടെ നാട്ടില് നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമം പറയുന്ന പോലത്തെ കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മീൻസ് ഇത്തരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും ശിക്ഷ എന്താ സ്വാഭാവികമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടില് നിയമം അങ്ങനെയാണ്. അതിനിപ്പോ 5 ഗ്രാം അല്ല 1 ഗ്രാം കയ്യിൽ വെച്ചാലും, കഞ്ചാവ് കയ്യിൽ വെച്ചാലും, MDMA വെച്ചാലും, ഏത് ലഹരി വെച്ചാലും അത് കേസെടുക്കാൻ പറ്റേണ്ടുന്ന സംഭവമാണെങ്കിൽ കേസെടുക്കും. അതേപോലെ പുലിപ്പല്ലായാലും പുലിനഖമായാലും ആനക്കൊമ്പായാലും. പക്ഷേ ചിലർ ചെയ്യുമ്പോൾ കണ്ണടയ്ക്കുക, ചിലർ ചെയ്യുമ്പോൾ കണ്ണ് തുറന്നു നോക്കുക. ആ കൺസെപ്റ്റ് മാറിയിട്ട് എല്ലാവർക്കും ഒരൊറ്റ നിയമം, അത് നല്ല രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതല്ലാതിരിക്കുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്.